ഹായ് ഡിയേഴ്സ്, Avalidam by Neethuവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബീറ്ററും ഓവനും എഗ്ഗും ഒന്നും നമുക്ക് മിക്സിയൊന്നും നമുക്ക് വേണ്ട, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ് കേട്ടോ. അപ്പോൾ 4 എണ്ണം ഞാൻ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് ഉടയ്ക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഉടച്ചിട്ടെടുക്കാം. മിക്സിയിലിട്ട് ഉടച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെയാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. ഇനി ഇത് ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫോർക്ക് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല പഞ്ചസാര ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഒരു അരിപ്പ എടുത്ത് അതിനകത്തേക്ക് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സാക്കി മൈദയും ഈ പഴത്തിൻ്റെ ബാറ്ററും കൂടെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, കുറച്ചൊരു വലിയ ലൂസല്ല, എന്നാലും കുറച്ചൊന്ന് ഒഴുകി വരുന്ന ടൈപ്പ് അതുപോലെ ആവണം. അപ്പോൾ അത് വരെ നമുക്കൊന്ന് അത്രയും പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ചേർത്ത് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ്. അതിനകത്തേക്ക് ഈ മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അധികം ടൈമും എടുക്കില്ല. മിക്സിയിലൊന്നും ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഗ്യാസിലാണെങ്കിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും, പിന്നെ ഓവനിലാണെങ്കിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം മാറുമെന്ന് വരാം. ഇപ്പോൾ ഇതാ കേക്ക് ആയിട്ടുണ്ട്. ഞാൻ സ്ക്വയർ വെച്ച് കുത്തിയപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബേക്ക് ചെയ്യണതിന് ചിലപ്പോൾ സമയത്തിന് വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ആയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം കൂടെ വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിതാ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സ്പോഞ്ച്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഷെയ്ഡ് വ്യത്യാസം നമ്മൾ പഴം ചേർത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇത് കാണുന്നത്. അത് പഴത്തിൻ്റെയാണ്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.